മഹാസിദ്ധനും ശ്രീകൃഷ്ണ ഭക്തനുമായ ശ്രീ വില്വമംഗലം സ്വാമിയാർ ഒരു സന്ധ്യാസമയത്ത് അന്ന് ഉദയഗിരി എന്നറിയപ്പെട്ടിരുന്നതും ശിവസാന്നിധ്യം ഉണ്ടായിരുന്നതുമായ എന്നീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അത്രേ. സന്ധ്യാവന്ദനത്തിന് ആവശ്യമായ വെള്ളം എങ്ങും കാണാത്തതിനാൽ തന്റെ ഉപാസനാമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിക്കുകയും ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പാറയിൽ ചവിട്ടി ഒരു കുളവും നിറയെ വെള്ളവും കാണിക്കുകയും ചെയ്തു അത്രേ. വെള്ളത്തിന്റെ പരിശുദ്ധിയിൽ സംശയം തോന്നിയ തന്റെ ഭക്തന്റെ ഇംഗിതമനുസരിച്ച് ഭക്തദാസനായ ഭഗവാൻ കുളത്തിൽ ആവശ്യത്തിന് പ്രത്യേക തരത്തിലുള്ള മത്സ്യങ്ങളെയും കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ തൃപ്പാദം പതിഞ്ഞ അടയാളം ഇന്നും ആ കുളത്തിലുണ്ടത്രേ. സാക്ഷാൽ ശ്രീനാരായണനാൽ നിർമ്മിതമായ മീനും കുളവുമുള്ള ഈ പ്രദേശം പിന്നീട് മീൻകുളം എന്ന പേരിൽ പ്രസിദ്ധമായി. ഭഗവത് സാന്നിധ്യമുണ്ടായ പാറപ്പുറത്ത് ശ്രീ വില്വമംഗലം സ്വാമിയാരാൽ പ്രതിഷ്ഠിതമായതും ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതുമായ ക്ഷേത്രമാണ് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം. പ്രധാന ദേവനായ ശിവൻ, ഉപദേവതകളായ ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ദേവി, നാഗം ക്ഷേത്ര സമുച്ചയം കൂടിയുള്ളതാണ് മീൻകുളം. ആദ്യമായി ക്ഷേത്രക്കുളത്തിലിറങ്ങി ശുദ്ധി വരുത്തി അരിയാൽ പ്രദക്ഷിണം ചെയ്ത ശേഷം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും നാഗസന്നിധിയിലും തൊഴുക. പിന്നീട് പ്രധാന ദേവനായ ശിവക്ഷേത്രത്തിലും ദേവീ ദേവതമാരുടെ സങ്കേതത്തിലും തൊഴുത ശേഷം ശാസ്താവിനെ വണങ്ങി ഗുരുസന്നിധി എന്നറിയപ്പെടുന്ന വില്വമംഗല സ്വാമിയാർ മഠം സന്ദർശിച്ച ശേഷം ശ്രീകൃഷ്ണ ഭഗവാനെയും ഗണപതി ഭഗവാനെയും തൊഴുത് ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കേണ്ടതാണ്. ചുറ്റമ്പലത്തിനകത്ത് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ കുളിച്ച് ഈറനോടെ മേൽശാന്തിയുടെ അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ അത്രേ. ക്ഷേത്ര താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടും ശിവക്ഷേത്രത്തിന്റെയും മറ്റു ഉപദേവാലയങ്ങളുടെയും താന്ത്രിക കർമ്മങ്ങൾ ബ്രഹ്മശ്രീ കാളക്കാട്ടിലം തന്ത്രീശന്മാരുമാണ് നടത്തുന്നത്. മേൽശാന്തിമാരായി അശോക അടിക മുള്ളേരിയ, രാമചന്ദ്ര ചടക മുള്ളേരിയ. രാവിലെ 5 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടക്കും. വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് രാത്രി 8 മണിക്ക് നടയടക്കും. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പയ്യന്നൂർ പിലാത്തറയിൽ നിന്നും മാതമംഗലം ഓലയമ്പാടി വഴി പോകുന്ന ബസ്സിൽ വന്നാൽ ഓലയമ്പാടിയിൽ ക്ഷേത്ര പ്രവേശന കവാടത്തിൽ തന്നെ ഇറങ്ങാം. വളരെ പ്രകൃതി രമണീയമായ ഈ സ്ഥലം ഒരിക്കൽ സന്ദർശിച്ചാൽ വീണ്ടും ഒരിക്കൽ കൂടി സന്ദർശിക്കണമെന്ന് ഏതൊരു ഭക്തനും തോന്നും. ഇവിടെ ധാരാളം വിവാഹ കർമ്മങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ ഒരു വിവാഹ കർമ്മത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതും നിങ്ങൾക്കായി ഈ വീഡിയോ ഞാൻ പങ്കുവെക്കുന്നതും. ഇവിടുത്തെ വിശേഷ ദിവസങ്ങളായി പറയുന്നത് പുത്തരി, ശ്രീകൃഷ്ണ ജയന്തി, നവരാത്രി, വിജയദശമി, വിദ്യാരംഭം, കുചേലദിനം, തിരുവോണ നാളിൽ മഹോത്സവം, ശിവരാത്രി, നാഗത്തിൽ സർപ്പബലി, വിഷുക്കണി, ശിവക്ഷേത്ര പ്രതിഷ്ഠാദിനം, ശ്രീകൃഷ്ണ ക്ഷേത്ര പ്രതിഷ്ഠാദിനം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉണ്ടാകും. മാസം തോറും 2ാമത്തെ ഞായറാഴ്ച അഖണ്ഡനാമ യജ്ഞവും വർഷം തോറും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നടത്തിവരുന്നു. 3 വർഷം കൂടുമ്പോൾ നടയിലാട്ടവും ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.